Hello everyone, welcome to Computer Science Hub. Today's topic Finite Automata Definition and Types. As per Calicut University syllabus, നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഇസ് ഓൾ അബൌട്ട് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്, ആൻഡ് the main topic was Chomsky hierarchy. What are the different types of languages? What are the grammars that are generating the languages? And what are the automatas that are generating this, that are recognizing these grammars or languages, and so on. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. ആൻഡ് ആക്ച്വൽ കോർ പോർഷൻ ഓഫ് TOC, എസൻസ് ഓഫ് TOC എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ തേർഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് ആണ് നമ്മൾ TOC എന്ന് പറഞ്ഞ സബ്ജക്റ്റിലോട്ട് ഡീപ്പായിട്ട് പോകുന്നത്. അപ്പോൾ തേർഡ് മൊഡ്യൂളാണ് ഒരു ബിഗ്ഗസ്റ്റ് മൊഡ്യൂളാണ് നമ്മളുടെ ഈ ഒരു സിലബസിൽ. ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലെ വെരി ഫസ്റ്റ് ടോപ്പിക്കാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്? ചോംസ്കി ഹൈറാർക്കിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ടൈപ്പ് 3 അല്ലേ? ടൈപ്പ് 3 ലാംഗ്വേജ് ആണ്. വിച്ച് ലാംഗ്വേജ്? റെഗുലർ ലാംഗ്വേജ്. സോ റെഗുലർ ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഓട്ടോമാറ്റയാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് ജസ്റ്റ് ഈ ഒരു നെയിം മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്നിവിടെ വാട്ട് ഇസ് ദിസ് ഓട്ടോമാറ്റ, എന്താണ് അത് മീൻ ചെയ്യുന്നത്, ദെൻ അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ, കുറച്ച് ടൈപ്സ്, അങ്ങനെ ബേസിക്സ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. ബിഫോർ ദാറ്റ് നമുക്ക് യൂണിറ്റ് 2 അല്ല കേട്ടോ, യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3യുടെ സിലബസ് ഒന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ യൂണിറ്റ് 2 10 തിയറി അവേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു അവറാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആണ് 20 തിയറി അവേഴ്സ്. നമുക്ക് യൂണിറ്റ് 2ൽ 10 അവേഴ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ എല്ലാ ടോപ്പിക്സും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഏറ്റവും ബിഗ്ഗസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ശ്രദ്ധിക്കേണ്ടയും പഠിക്കേണ്ടയും ടോപ്പിക്സ് ഉള്ള മൊഡ്യൂളാണ്. ഐ മീൻ ദിസ് യൂണിറ്റ് 3. സോ ദ തിയറി ഓഫ് ഓട്ടോമാറ്റ, ഫസ്റ്റ് ടോപ്പിക്. Definition of automaton. What is this automaton? Description of a finite automaton. DFA. ഈ ഓട്ടോമാറ്റ പ്ലൂറലും ഓട്ടോമാറ്റോൺ എന്ന് പറയുന്നത് സിംഗുലറും ആണ് കേട്ടോ, അല്ലാണ്ട് സംഭവം സെയിം തന്നെയാണ്. DFA, ട്രാൻസിഷൻ സിസ്റ്റംസ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ ഫങ്ഷൻസ്, ആക്സെപ്റ്റബിലിറ്റി ഓഫ് എ സ്ട്രിങ് ബൈ എ ഫൈനൈറ്റ് ഓട്ടോമാറ്റോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു സെക്ഷനാണ്. അപ്പോൾ വാട്ട് ഇസ് ദിസ് ഓട്ടോമാറ്റ എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പഠിക്കണം. ദെൻ DFA എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതൊക്കെ നീറ്റായിട്ട് വേണം. അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കും കേട്ടോ, ടേബിൾ ഫോം, അങ്ങനെ റെപ്രസെൻറ്റേഷൻസ് പഠിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രിങ് ഈ DFA എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, അതായത് ഇതിൽ പറയുന്ന എക്സാമ്പിൾസ് ആണ്. നമുക്ക് കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ കവർ ചെയ്യും. ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ അതിനുള്ള DFA എങ്ങനെ വരയ്ക്കാം എന്നുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സെക്ഷനായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് സെഷൻ ഇതിൻ്റെ തന്നെ, ഈ ഓട്ടോമാറ്റയുടെ തന്നെ വേറൊരു ടൈപ്പാണ് NFA എന്ന് പറയും, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. ദെൻ അതിൽ നമുക്ക് വിത്ത് എപ്സിലോൺ മൂവ്സ് ആൻഡ് വിത്തൗട്ട് എപ്സിലോൺ മൂവ്സ്. ദെൻ ഇക്വാലൻസ് ഓഫ് DFA ആൻഡ് NFA. ഈ DFAനെ NFAനെയും, NFA അല്ലെങ്കിൽ NDFA സെയിം തന്നെയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ. മീലെ ആൻഡ് മൂർ മോഡൽസ്, രണ്ട് വേറെ, ഇപ്പോൾ ഈ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഒക്കെ പറയുന്ന പോലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ് മീലെയും മൂറും. മിനിമൈസേഷൻ ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ മിനിമൈസേഷൻ ഉണ്ട്. റെഗുലർ സെറ്റ്സ് ആൻഡ് ഗ്രാമർ, റെഗുലർ എക്സ്പ്രഷൻസ്, ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആൻഡ് റെഗുലർ എക്സ്പ്രഷൻസ്. അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ എന്താണെന്ന് പഠിക്കണം, അതുപോലെ ഫൈനൈറ്റ് ഓട്ടോമാറ്റയും റെഗുലർ എക്സ്പ്രഷൻ തമ്മിലുള്ള റിലേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ് വേണം. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ സെറ്റ്സ്, algebraic laws for regular expression, regular sets and regular grammars. അപ്പോൾ ഇത്രയുണ്ട് നമ്മളുടെ യൂണിറ്റ് 3. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലേ, ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്കായ ഡെഫിനിഷൻ ഓഫ് ഓട്ടോമാറ്റോൺ നമുക്ക് നോക്കാം. ഫൈനൈറ്റ് ഓട്ടോമാറ്റ. എ ഫൈനൈറ്റ് ഓട്ടോമാറ്റോൺ FA is a simple idealized machine used to recognize patterns within input taken from some character set or alphabet.
ഇതൊരു കൺസെപ്റ്റാണ് ആക്ച്വലി. ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്നും മെഷീനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മെഷീനൊന്നും അല്ല. അതൊരു കൺസെപ്റ്റാണ്. നമ്മളെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അല്ലേ. അപ്പോൾ തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. നമ്മളിത് കുറച്ച് സ്റ്റേറ്റ്സും ഇൻപുട്ടും എല്ലാമായിട്ട് നമ്മൾ വരച്ച് കാണിക്കുകയാണ്. അല്ലാതെ ഇങ്ങനെ ഒരു മെഷീനൊന്നും നമ്മളിങ്ങനെ ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുമെന്ന സംഭവമൊന്നും അല്ല ഇത് കേട്ടോ. അതുപോലെ ദ ജോബ് ഓഫ് എൻ FA ഇസ് ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ആൻ ഇൻപുട്ട് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ പാറ്റേൺ ഡിഫൈൻഡ് ബൈ ദ FA ഒക്കേഴ്സ് ഇൻ ദ ഇൻപുട്ട്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു മെഷീനാണെന്ന് നമ്മൾ പറയുന്നു. ഇതിൻ്റെ യൂസ് എന്തിനാണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രാമേഴ്സൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ ഒരു ലാംഗ്വേജ് കൊടുത്തു, ദെൻ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് കൊടുത്തു. ദെൻ ഈ ഒരു ഓട്ടോമാറ്റ പറയും വെദർ ദ സ്ട്രിങ് ബിലോങ് ടു ദിസ് ഗ്രാമർ ഓർ നോട്ട്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. നമ്മളുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആണ്. നമ്മുടെ ഒരു സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്. ആൻഡ് യു ആർ ഗിവൺ എ നമ്പർ ലൈക്ക് 126 എന്നുള്ള നമ്പർ കിട്ടി. ഇനി നമ്മുടെ മെഷീൻ, അതായത് നമ്മുടെ ഓട്ടോമാറ്റ പറയാണ് ഈ 126 എന്നുള്ള നമ്പർ ഈ ഒരു സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആവോ ഇല്ലയോ. അപ്പോൾ ഇൻക്ലൂഡഡ് ആവുമെങ്കിൽ, അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് ഓപ്ഷനേ ഈ ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് ഉള്ളൂ. ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് ക്യാൻ ഐദർ ആക്സെപ്റ്റ് ദ സ്ട്രിങ് ഓർ ഇറ്റ് ക്യാൻ റിജക്റ്റ് ദ സ്ട്രിങ്. നമ്മളുടെ ഗ്രാമറിൽ പെടുന്നതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ, പെർട്ടിക്കുലർ പാറ്റേൺസ്, ഇതിപ്പോൾ ഞാനൊരു നമ്പറാണ്, ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതല്ലാതെ സ്ട്രിങ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സ്ട്രിങ്സിൻ്റെ കോമ്പിനേഷൻസ് ലൈക്ക് A അങ്ങനെയൊക്കെ വരുമല്ലേ, അങ്ങനെ കുറച്ച് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യാം. ഇനി ഇങ്ങോട്ട് വരും തോറും നമുക്ക് എക്സാമ്പിളൊക്കെ നോക്കുമ്പോൾ കുറേ കൂടെ മനസ്സിലാവും കേട്ടോ. FA finite automata consists of a finite set of transitions from state to state that occur on input symbols chosen from alphabet sigma. അപ്പോൾ നമ്മളുടെ ആൽഫബറ്റ് എന്താണെന്ന് നമുക്ക് അറിയാമായിരുന്നു അല്ലേ, സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ്. ആൻഡ് ആ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രിങ്സും ലാംഗ്വേജസ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫബറ്റിൽ നിന്ന് എടുത്ത സിമ്പിൾസ് വെച്ചിട്ട് ആ സിമ്പിൾസുമേ ഉള്ളൊരു ട്രാൻസിഷൻസ് ആണ്, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻസ് നടക്കും. ഇതാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ നടക്കുന്ന കാര്യം. സോ ഇതൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ മോഡൽ. അപ്പോൾ നമ്മൾ മെഷീനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മെഷീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ്, ഇതാണ് ഒരു എക്സാമ്പിൾ ഫിഗർ പോലെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ 3 പാർട്ട് മെയിനായിട്ട് കാണാം. ഫസ്റ്റത്തെ ടേപ്പ്, ദെൻ ഒരു റീഡ് ഓൺലി ഹെഡ് ഉണ്ട്. ഇനി ഈ ഒരു ബോക്സ്, ഇതാണ് ഫൈനൈറ്റ് കൺട്രോൾ. ഫൈനൈറ്റ് ഓട്ടോമാറ്റ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഇൻപുട്ട് ടേപ്പ്, റീഡ് ഓൺലി ഹെഡ് ആൻഡ് ഫൈനൈറ്റ് കൺട്രോൾ. ഇൻപുട്ട് ടേപ്പ് എന്താ? ഇതൊരു ലീനിയർ ടേപ്പ് ആണ്. ഹാവിങ് സം നമ്പർ ഓഫ് സെൽസ്, എത്ര വേണമെങ്കിലും സെൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈച്ച് ഇൻപുട്ട് സിമ്പിൾ ഈസ് പ്ലേസ്ഡ് ഇൻ ഈച്ച് സെൽ. ഇപ്പം നമ്മളുടെ ഇൻപുട്ട് എന്താ, AB. അപ്പോൾ ഓരോ സിമ്പിളും ടേപ്പിലെ ഓരോ സെല്ലിൻ്റെ അകത്താണ് വെച്ചിട്ടുണ്ടായിരിക്കുക. എന്താ പറയുക, അത് ഇൻഫൈനൈറ്റ് ആണ്, എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള ഇതുള്ള ടേപ്പാണത്. അപ്പോൾ ടേപ്പ് ഓക്കെ ആയി. ടേപ്പ് ഇൻഫൈനൈറ്റ് ലീനിയർ ടേപ്പാണ്. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ നമ്പർ ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓരോ സെല്ലിലും ഓരോ സിമ്പിൾ ഹോൾഡ് ചെയ്യും. അത്രയാണ് ടേപ്പിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ഫൈനൈറ്റ് കൺട്രോൾ. ഫൈനൈറ്റ് കൺട്രോൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓൺ റിസീവിങ് പെർട്ടിക്കുലർ ഇൻപുട്ട് ഫ്രം ഇൻപുട്ട് ടേപ്പ്. അപ്പോൾ നമ്മളുടെ ഒരു വർക്കിംഗ് ഇങ്ങനെയാണ് വരിക. കണ്ടില്ലേ, ഇവിടെ എത്ര സ്റ്റേറ്റ് വേണമെങ്കിലും ഉണ്ടാവും ഫൈനൈറ്റ് കൺട്രോളിൽ. ഇതിപ്പോൾ 0, 1, 2, 3 അങ്ങനെ അപ് ടു n സ്റ്റേറ്റ്സ്, എത്ര സ്റ്റേറ്റ് വേണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ ഫൈനൈറ്റ് കൺട്രോളിൽ സ്റ്റാർട്ടിങ് എന്തായാലും സ്റ്റേറ്റ് 0-ലായിരിക്കും ഉണ്ടാവുക. ആൻഡ് നമ്മളുടെ ഇൻപുട്ട് റീഡ് ചെയ്യും. ഈ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഒരു ഇൻപുട്ട് റീഡ് ചെയ്യും. ഈ ഇൻപുട്ട് റീഡ് ചെയ്യുമ്പോൾ ഇത് ഡിസൈഡ് ചെയ്യും, എന്താ പറയുക, ഇനി വാട്ട് ഇസ് നെക്സ്റ്റ്, എങ്ങോട്ട് മൂവ് ചെയ്യണം. 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് 2-ലേക്ക് പോകണോ, 1-ലേക്ക് പോകണോ, n-ലേക്ക് പോകണോ, എന്താണ് ഡിസിഷൻ എന്നുള്ളത് ഈ ഫൈനൈറ്റ് കൺട്രോൾ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഓൺ റിസീവിങ് എ പെർട്ടിക്കുലർ ഇൻപുട്ട് ഫ്രം ഇൻപുട്ട് ടേപ്പ്, ഫൈനൈറ്റ് കൺട്രോൾ ഡിസൈഡ്സ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. ഇൻപുട്ട് ടേപ്പിൽ നിന്ന് ഓരോന്ന് കിട്ടും തോറും, ഇൻപുട്ട് റീഡ് ചെയ്യും തോറും ഇവർ അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്ത് പോവും. അതിനനുസരിച്ച് ഇൻപുട്ട് ടേപ്പും 1 by 1 ആയിട്ട് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും.
ആൻഡ് ഇതിന് ഈ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റിൽ തന്നെ ഫൈനൽ ആക്സെപ്റ്റൻസ് സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ ആക്സെപ്റ്റൻസ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വിച്ച് മീൻസ് ഇൻപുട്ട് ഇസ് ആക്സെപ്റ്റഡ് എന്നാണ്. The tape reader reads the cells one by one from left to right and at a time only one input symbol is read. അപ്പോൾ ഇതാണ് ടേപ്പ് റീഡർ, 1 by 1 ആയിട്ട് റീഡ് ചെയ്തു. അതായത് അറ്റ് എ ടൈം ഒരെണ്ണേ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം എ റീഡ് ചെയ്തു, ബി റീഡ് ചെയ്തു, എ അങ്ങനെ ഓരോന്നായിട്ട് റീഡ് ചെയ്യും. അത് റീഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഫൈനൈറ്റ് കൺട്രോൾ അവരുടെ സ്റ്റേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫൈനൈറ്റ് ഓട്ടോമാറ്റോ മോഡലിൽ നമുക്ക് മെയിനായിട്ട് 3 കൺസെപ്റ്റേ പറയാനുള്ളൂ. ആദ്യത്തെ ടേപ്പിനകത്ത് ഇത്രയും സെൽസ് ഉണ്ടായിരിക്കും. ഓരോ സെല്ലും ഓരോ ഇൻപുട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒരു റീഡ് ഓൺലി ഹെഡ് ഉണ്ട്. റീഡ് ഓൺലി ഹെഡ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് റീഡ് ചെയ്യുന്നത്. ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യുമ്പം ജസ്റ്റ് 1 സിമ്പിൾ അറ്റ് എ ടൈം ആണ് റീഡ് ചെയ്യുന്നത്. ഇനി ഫൈനൈറ്റ് കൺട്രോൾ ഇതുപോലെ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ആൻഡ് ആ സ്റ്റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആർ യൂസ് ടു റെക്കഗ്നൈസ് പാറ്റേൺസ്. അപ്പോൾ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇറ്റ് ടേക്സ് എ സ്ട്രിങ് ഓഫ് സിമ്പിൾസ് ആസ് ഇൻപുട്ട് ആൻഡ് ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ് അക്കോർഡിംഗ്ലി. ഇപ്പോൾ നമ്മൾ ഇതെടുത്തില്ലേ, ഇങ്ങനെ ഒരു സ്ട്രിങ് എടുത്തു, അതിനനുസരിച്ച് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വെൻ ദ ഡിസൈഡ് സിമ്പിൾ ഇസ് ഫൗണ്ട് ദെൻ ദ ട്രാൻസിഷൻ ഒക്കേഴ്സ്. അപ്പോൾ നമുക്ക് വേണ്ട സിമ്പിൾ കണ്ടു കഴിഞ്ഞാലാണ് ട്രാൻസിഷൻ നടക്കുക. അറ്റ് ദ ടൈം ഓഫ് ട്രാൻസിഷൻ ദ ഓട്ടോമാറ്റ ക്യാൻ ഐദർ മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓർ സ്റ്റേ ഇൻ ദ സെയിം സ്റ്റേറ്റ്. ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ ഒരു സിമ്പിൾ റീഡ് ചെയ്തു, എ എന്ന് പറഞ്ഞ സിമ്പിൾ റീഡ് ചെയ്തു. ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈനൈറ്റ് കൺട്രോൾ ഡിസൈഡ് ചെയ്യും വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന്. അപ്പോൾ ഫൈനൈറ്റ് കൺട്രോൾ ചിലപ്പം ഈ സെക്കൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 1ലേക്ക് പോവാം, 3യിലോട്ട് പോവാം, എന്നിലോട്ട് പോവാം. ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് ഫൈനൈറ്റ് കൺട്രോൾ തന്നെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഹാവ് 2 സ്റ്റേറ്റ്സ്, ആക്സെപ്റ്റ് സ്റ്റേറ്റ് ഓർ റിജക്ട് സ്റ്റേറ്റ്. ഇപ്പോൾ 2 തരം സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ആക്സെപ്റ്റ് സ്റ്റേറ്റും ഉണ്ടായിരിക്കാം, റിജക്ട് സ്റ്റേറ്റും ഉണ്ടായിരിക്കും. When the input string is processed successfully and the automata reached its final state, then it will accept. അപ്പോൾ ഒരു ഇൻപുട്ടിനെ ആക്സെപ്റ്റ് ചെയ്യുന്നോ റിജക്റ്റ് ചെയ്യുന്നോ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് ലെഫ്റ്റ് നിന്ന് 1 by 1 ആയിട്ട് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. റീഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്ത് വരും. അങ്ങനെ ഇൻപുട്ട് എല്ലാം റീഡ് ചെയ്തു. ഇപ്പോൾ നമ്മളുടെ കേസിലാണെങ്കിൽ ലാസ്റ്റത്തെ ബിയും റീഡ് ചെയ്തു. ആൻഡ് ഇത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ടിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റോയുടെ വർക്കിംഗ് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതങ്ങനെ പോകെ മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിക്കോളും. ആൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ചോദിക്കുമ്പം ഇത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ മോഡലാണ് ഈ ടേപ്പ്, റീഡ് ഓർ റൈറ്റ് ഹെഡ്, ഫൈനൈറ്റ് കൺട്രോൾ ഒക്കെ പറയുന്നത്. അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിനി അതും കൂടെ നോക്കാം. ഫോർമൽ ഡെഫിനിഷൻ ഇപ്പോൾ ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ ആയാലും വാട്ട് ഇസ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ഇതാണ്: ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 5 ടപ്പിൾസ് Q, സിഗ്മ, ഡെൽ, Q0, F. ഈ ഒരു കാര്യം അത്രയും തറവായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് എപ്പോഴും ഇനി TOCയിൽ അങ്ങോട്ട് ചിലപ്പോൾ 5 ടപ്പിളാവും, ചിലപ്പോൾ 4 ടപ്പിളാവും, 7 ടപ്പിളാവും, അങ്ങനെ മാറി ഓരോ ഇതിൻ്റെ കൂടെ ഇതാണ് ബേസ്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തും എന്താ പറയുക റിമൂവ് ചെയ്തൊക്കെയാണ് ഓരോ വ്യത്യാസങ്ങൾ വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റയും ഗ്രാമേഴ്സും ഒക്കെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു കാര്യം തറവായിട്ട് പഠിക്കണം. Q, സിഗ്മ, ഡെൽ, Q0, F. ഇതിനെയാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫൈനൈറ്റ് ഓട്ടോമാറ്റ M is equal to Q, സിഗ്മ, ഡെൽ, Q0, F. ആൻഡ് ദസ് Q ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. നമ്മളുടെ ഫൈനൈറ്റ് കൺട്രോളിന് ഇഷ്ടംപോലെ സ്റ്റേറ്റ്സ് ഉണ്ടാവും, 0 to n എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സ്റ്റേറ്റ്സിനെയാണ് Q എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സിമ്പിളാണ്, ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്. എത്ര ഇൻപുട്ട് സിമ്പിൾസ് ആയിക്കോട്ടെ, നമ്മളുടെ ഗ്രാമറിൻ്റെ ഇൻപുട്ട് സിമ്പിൾസിനാണ് സിഗ്മ എന്ന് പറയാം. ഇനി Q0, ഡെൽ അവിടെ നിൽക്കട്ടെ കേട്ടോ, ഡെല്ലിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. Q0 എന്ന് പറയുന്നത് Q0 എലമെൻറ്റ് Q. അപ്പോൾ ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞല്ലോ, ആ സ്റ്റേറ്റ്സിൽ തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റും ഉണ്ടാവും, ഒരു ഫൈനൽ സ്റ്റേറ്റും ഉണ്ടാവും. ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ആദ്യം തുടങ്ങുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതാണ് Q0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി Q0, Q1, Q2 അങ്ങനെ പോവും കേട്ടോ. ആൻഡ് F കണ്ടെയ്ൻ ഓർ ഈക്വൽ ടു Q, അതായത് Fഉം
ക്യൂ എന്ന് എടുക്കുന്ന തന്നെയാണ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് എടുക്കുന്ന തന്നെയാണ്, അത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ദെൻ ഇവിടെ Q0 എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ സ്റ്റേറ്റ്, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് എപ്പോഴും ഒരൊറ്റ സ്റ്റേറ്റിൽ നിന്ന് ഇനീഷ്യൽ ആവാൻ പറ്റുള്ളൂ. പക്ഷെ ഫൈനൽ സ്റ്റേറ്റ് ഒരെണ്ണമല്ല, നമുക്ക് മോർ ദാൻ വൺ ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ടാവാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കണ്ടെയ്ൻഡ് നോർ ഈക്വൽ ടു സിമ്പിൾ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് എഫ് എത്ര നമ്പർ വേണമെങ്കിലും ആവാം, ചിലപ്പോൾ ക്യൂവിൻ്റെ അത്രയ്ക്ക് തന്നെ നമ്പറും ആയിക്കൊള്ളാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ ക്യൂവിനേക്കാളും കുറവും ആവാം. അപ്പോൾ ഒരൊറ്റ ഫൈനൽ സ്റ്റേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് ആയിക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതുകൊണ്ടാണ് ഇത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് ആണ് എഫ്. ആൻഡ് ലാസ്റ്റ് വൺ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. ട്രാൻസിഷൻ ഫംഗ്ഷൻ വിച്ച് മാപ്സ് ക്യൂ ക്രോസ് സിഗ്മ ഇൻ ടു ക്യൂ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡയറക്റ്റ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. ക്യൂ ക്രോസ് സിഗ്മ എന്നൊക്കെ വെച്ചാൽ എന്താ, അതായത് നമ്മളുടെ കയ്യിൽ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മളുടെ ഓട്ടോമാറ്റോ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാവാം, Q0, Q1, Q2, Q1 അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റേറ്റ്സിലാവാം. ദെൻ സിഗ്മ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ആ ടേപ്പിൻ്റെ അകത്തുള്ള നമ്മുടെ സിമ്പിൾസ് ഉണ്ടല്ലോ, ആ സിമ്പിൾ ആവാം. അപ്പം നമ്മളുടെ കയ്യിൽ ഒരു സ്റ്റേറ്റും ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, ഇൻപുട്ട് സിമ്പിളും ഉണ്ട്. ദെൻ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താ, മാപ്സ് ഇൻ ടു ക്യൂ, അതായത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണോ വേണ്ടയോ, ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അതാണ് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ, അതായത് ഡെൽ ഫ്രം ക്യൂ ക്രോസ് സിഗ്മ ടു ക്യൂ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഡെൽ ഇസ് നോൺ ആസ് ഡയറക്റ്റ്, നോട്ട് ചെയ്തതാണ്, ഡയറക്റ്റ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വി ആർ ഗിവൺ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ആൻ ഇൻപുട്ട് സിമ്പിൾ, ആൻഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും വെദർ ടു മൂവ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ് ഓർ റിമൈൻ ഇൻ ദ സെയിം സ്റ്റേറ്റ്, ആൻഡ് അത്രയും കാര്യങ്ങൾ. അതായത് ഏത് സ്റ്റേറ്റിലേക്കാണ് ഇനി പോകണ്ടേ, അത്രേ പറയുള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റേറ്റും ഉണ്ടായിരിക്കും, ഒരു ഇൻപുട്ട് സിമ്പിളും ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്ത് അടുത്ത സ്റ്റേറ്റ് എന്താന്ന് ഈ ഡെൽ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇതാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റയുടെ ഫോമൽ ഡെഫിനിഷൻ കേട്ടോ. ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് പറയണം. ഇറ്റ്സ് എ 5 tuple Q sigma del Q0 F, where Q is the set of states, sigma is the set of input alphabet, Q0 is the initial state, F is the set of final state, and del is the direct transition function which maps Q cross sigma into Q. അപ്പം ഇത്രയും കാര്യങ്ങൾ നീറ്റായി ആൻഡ് തറവായിട്ട് പഠിക്കണം. ഓക്കെ, ഇതാണ് ഫോമൽ ഡെഫിനിഷൻ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. നമ്മൾ ജസ്റ്റ് നോക്കണേ ഉള്ളൂ, വാട്ട് ആർ ദ ടൈപ്സ് എന്നുള്ള നെയിം മാത്രം വേണ്ടു. ഫൈനൈറ്റ് ഓട്ടോമാറ്റ 2 തരത്തിലുണ്ട്, DFA ആൻഡ് NFA. DFA മീൻസ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആൻഡ് NFA മീൻസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, DFA ആൻഡ് NFA നമ്മൾ NDFA എന്നും പറയാറുണ്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. അപ്പോൾ there are 2 types of finite automata. They are deterministic finite automata or DFA and non-deterministic finite automata or NDFA or NFA. First one, DFA. DFA refers to deterministic finite automata. പറഞ്ഞല്ലോ, ഡിറ്റർമിനിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ യുണീക്നെസ് എന്നാണ് അർത്ഥം. അപ്പോൾ യുണീക്നെസ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഈച്ച് ഇൻപുട്ട് സിമ്പിൾ, ഈ ഒരു ലൈൻ തന്നെ പഠിക്കണം, ഫോർ ഈച്ച് ഇൻപുട്ട് സിമ്പിൾ, ഓരോ ഇൻപുട്ട് സിമ്പിൾ എടുത്തു കഴിഞ്ഞാലും ദർ ഇസ് എക്സാക്ട്ലി വൺ ആൻഡ് ഓൺലി വൺ ട്രാൻസിഷൻ. ഓരോ ഇൻപുട്ട് സിമ്പിളിനും കൃത്യമായിട്ട് ഒരൊറ്റ ട്രാൻസിഷനേ ഉണ്ടാവുള്ളൂ ഫോർ ഈച്ച് സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് സിമ്പിൾ എ ആണെന്ന് വിചാരിക്കാം, ആൻഡ് നമ്മളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് Q0 എന്നുള്ള സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ അല്ലേ, നമ്മൾ ഡെല്ലാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡെൽ ഓഫ് എ Q0, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ഇൻപുട്ടാണ്, Q0 എന്ന് പറയുന്നത് കറണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്, Q ക്രോസ് സിഗ്മ ടു Q, അതായത് Q ഇതാണ്, സിഗ്മ ഇതാണ്, ഇതിൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് ഏതാണ് ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ Q0 എന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റിലേക്ക് പോവാം. ചിലപ്പോൾ ഞാനത് Q1 ആവാം, ചിലപ്പോൾ അത് Q2 ആവാം. ഞാൻ എന്താ Q2 എന്ന് കൊടുത്തു. ഇപ്പം എന്തുണ്ടായത്, ഒരൊറ്റ സ്റ്റേറ്റിലേക്കേ പോകാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതെനിക്ക് എ എന്ന് പറഞ്ഞ സിമ്പിൾ വന്നു, ഞാൻ Q0 എന്നുള്ള സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് Q2ലേക്ക് വേണമെങ്കിൽ പോവാം, അതല്ല എനിക്ക് Q0 തന്നെ വീണ്ടും ഇരിക്കാം, അല്ലെങ്കിൽ എനിക്ക് Q1ലേക്ക് പോവാം. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ യുണീക്നെസ് ഉണ്ടാവില്ല.
ഓക്കെ, നമ്മളിവിടെ സ്ട്രെസ് ചെയ്യുന്ന ടേം യുണീക്നെസ് ആണ്. അപ്പോൾ യുണീക്നെസ് ഉള്ള കാര്യങ്ങളാണ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റോയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം Q2, Q0 എന്ന് പറഞ്ഞ സംഭവം ഇവിടെ പോസിബിൾ അല്ല. ഇവിടെ നമുക്ക് ഇത്രേ പോസിബിൾ ആയിട്ടുള്ളൂ. del of A Q0 gives Q2. അതായത് എന്താ പറയുന്നത്, ഫോർ ഈച്ച് ഇൻപുട്ട് സിമ്പിൾ there is exactly one and only one transition for each stage. ഇതാണ് DFA. NFA എന്ന് പറയുമ്പോൾ DFAയുടെ ഓപ്പോസിറ്റ് ആണ്. NFA or NDFA refers to non deterministic finite automata. It's a finite automata which allows 0, 1 or more transitions from a state for the same input symbol. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു A വന്നു Q0യിലാണ്, നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാവാം. Q1ലേക്ക് പോവാം, Q1ലേക്കും Q2ലേക്കും Q3ലേക്കും ഒരുമിച്ച് പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. 0 ട്രാൻസിഷൻ ആവാം, 1 ട്രാൻസിഷൻ ആവാം, മോർ ട്രാൻസിഷൻസ് ആവാം. അപ്പം നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ് അത്. അതാണ് NFA. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് DFA എന്താണെന്നും NFA എന്താണെന്നും വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ DFA ആൻഡ് NFA എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊരു ബേസിക്സ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിലെ സമ്മറിയാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഇതാണ് കൺസെപ്റ്റ്. ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്താണ്, വാട്ട് ഇസ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മാത്തമാറ്റിക്കൽ മോഡൽ Q സിഗ്മ ഡെൽ Q0 F ആൻഡ് വാട്ട് ഓൾ ആർ ദ കമ്പോണൻസ് എന്ന് പറയണം. ദെൻ അതിൻ്റെ മോഡൽ പറയുമ്പോൾ നമുക്ക് 3 തന്നെ ഉള്ളത്. ഇൻപുട്ട് ടൈപ്പും ഉണ്ടാവും, പിന്നെ ഇൻപുട്ട് റീഡ് ഓൺലി ഹെഡും ഫൈനൈറ്റ് കൺട്രോളും. ഇൻപുട്ട് ടൈപ്പിൻ്റെ അകത്ത് സിമ്പിൾസ് ആണ്, ഞാനത് കാണിക്കാം ഒന്നുകൂടി കേട്ടോ. നമുക്ക് കുറച്ചും കൂടിയും ഓക്കെ. ഇൻപുട്ട് ടൈപ്പിൻ്റെ അകത്ത് സിമ്പിൾസ് ആണ്, ഓരോ സെല്ലിലും ഓരോ സിമ്പിൾ ആയിരിക്കും. ഈ റീഡ് ഓൺലി ഹെഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഇൻപുട്ട് സിമ്പിളും റീഡ് ചെയ്തുകൊണ്ടിരിക്കും. റീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫൈനൈറ്റ് കൺട്രോളിൽ കുറേ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫൈനൈറ്റ് കൺട്രോളിന് ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ദെൻ ആക്സെപ്റ്റൻസ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് സിമ്പിൾ ഒരു എണ്ണം റീഡ് ഓൺലി ഹെഡ് ഒരു ഇൻപുട്ട് സിമ്പിൾ റീഡ് ചെയ്യും. അപ്പോൾ ഫൈനൈറ്റ് കൺട്രോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലായിരിക്കും. ദെൻ ഈ ഇൻപുട്ട് സിമ്പിളിനെ ബേസ് ചെയ്തിട്ട് അവർ തീരുമാനിക്കും മൂവ് ചെയ്യണോ വേണ്ടയോ. മൂവ് ചെയ്യണമെങ്കിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും, അതെല്ലാം ഇവിടെ തന്നെ നിൽക്കും. എന്താണ് ആക്ഷൻ എന്ന് വെച്ചാൽ ആക്ഷൻ പെർഫോം ചെയ്യും. അങ്ങനെ അവസാനം ഓരോ ഇൻപുട്ട് സിമ്പിളായിട്ട് റീഡ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഇൻപുട്ട് സിമ്പിളും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കണേന്ന് നോക്കും. നമുക്ക് 2 തരം സ്റ്റേറ്റ് ഉണ്ട്, ആക്സെപ്റ്റൻസ് സ്റ്റേറ്റും ഉണ്ട്, റിജക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് കഴിയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റൻസ് സ്റ്റേറ്റിലാണ് നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ പാറ്റേൺ നമ്മളുടെ ഓട്ടോമാറ്റ റെക്കഗ്നൈസ് ചെയ്തു, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് മീനിങ്. അപ്പോൾ ഇതാണ് വർക്കിംഗ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. Hope the concept is clear. Thank you so much.